കാത്തിരിപ്പിനൊടുവിൽ തലശ്ശേരി മാഹി ബൈപ്പാസ് നാടിന് സമർപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി അർജുൻ ചേരുന്നു. അർജുൻ, വിശദാംശങ്ങൾ. രോഹിണി, നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ബൈപ്പാസ് ജനങ്ങൾക്കായി തുറന്നു നൽകിയിരിക്കുന്നത്. ഏകദേശം 48 വർഷത്തോളമായി ജനങ്ങൾ ഈ ബൈപ്പാസിന് വേണ്ടി കാത്തിരിക്കുന്നു. അതായത് ഗതാഗത കുരുക്ക് അവസാനിപ്പിച്ചുകൊണ്ട് തങ്ങൾക്ക് സുഗമമായി യാത്ര ചെയ്യാൻ വേണ്ടി ഒരു ബൈപ്പാസിന് വേണ്ടി കാലങ്ങളായി ജനങ്ങൾ മുറവിളി കൂട്ടുകയായിരുന്നു. പക്ഷേ കഴിഞ്ഞ സർക്കാരുകളൊന്നും ഇത് കണ്ടില്ല എന്ന് നടിച്ചപ്പോഴും മോദി സർക്കാർ തന്നെ ഇതിനു വേണ്ടി വന്നു. വിവിധ പദ്ധതികൾ, അതായത് ഇന്ത്യയിലുടനീളം വിവിധ പദ്ധതികൾ ഇന്ന് ഉദ്ഘാടനം ചെയ്തിരുന്നു. ആ ഒരു വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തതിന്റെ ഭാഗമായാണ് ഇന്ന് മാഹി ബൈപ്പാസും ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അതായത് ഇത്രയും ദൂരമുള്ള, അതായത് 18.6 കിലോമീറ്റർ ദൂരമാണ് ഈ ബൈപ്പാസിന്റെ നീളം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 40 മീറ്റർ വീതിയിലാണ് ഈ ബൈപ്പാസ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ 21 നടപ്പാതകൾ ഇതിലുണ്ട്. അത്തരത്തിലുള്ള അണ്ടർപാസുകളുണ്ട്. അതുപോലെ തന്നെ ഒരു റെയിൽ പാലമുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ സാങ്കേതിക വിദ്യകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും കൂടിയാണ് ഈ പാത ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ളത്. അല്പസമയം മുമ്പായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി പാത ഉദ്ഘാടനം ചെയ്തത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി തുടങ്ങിയവർ ആ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു. അത്തരത്തിൽ ആ പരിപാടി നടക്കുന്നതിനിടയ്ക്ക് ഈ വീതിയിലൂടെ, ഈ വഴിയിലൂടെ NDA സ്ഥാനാർത്ഥികൾ, അതായത് 2 മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥികൾ, വടകര മണ്ഡലത്തിലെയും കണ്ണൂർ മണ്ഡലത്തിലെയും NDA സ്ഥാനാർത്ഥികൾ ഇവിടെ റോഡ് ഷോ നടത്തുകയുണ്ടായി. പ്രഫുൽ കൃഷിയും അതുപോലെ തന്നെ സി രഘുനാഥും റോഡ് ഷോ നടത്തുകയുണ്ടായി. വലിയ ജനപിന്തുണയാണ് ആ റോഡ് ഷോയിൽ നമുക്ക് കാണുവാൻ സാധിച്ചത്. അതായത് ഇരുചക്ര വാഹനങ്ങളിൽ അടക്കം ആളുകൾ എത്തി. ഇരുചക്ര വാഹനങ്ങളിലേക്ക് ആളുകൾ എത്തി. അവരുടെ പുറകെ തന്നെ സഞ്ചരിച്ചുകൊണ്ട് ഭാരത് മാതാ കി ജയ് വിളിച്ചുകൊണ്ട്, മോദിക്ക് ജയ് വിളിച്ചുകൊണ്ട് നടക്കുന്ന അത്തരത്തിലുള്ള ഒരു യാത്രയാണ് നമുക്ക് അല്പസമയം മുമ്പ് ഇവിടെ കാണുവാൻ സാധിച്ചത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വികസന മുന്നേറ്റങ്ങൾ ഇവിടെ നടക്കുമ്പോഴും, വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങൾ മോദി നടത്തുമ്പോഴും അത് തങ്ങളുടേതാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് തങ്ങളുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് ക്രെഡിറ്റ് അടിച്ചു മാറ്റാനുള്ള ശ്രമവും ഒരിടത്ത് നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു പരാമർശങ്ങളൊക്കെ നേരത്തെ വന്നിരുന്നു. എന്നാൽ അതിനെയൊക്കെ ഗണ്ണിച്ചുകൊണ്ട് മോദി സർക്കാരിന്റെ കാലഘട്ടത്തിൽ, മോദി സർക്കാർ വന്നതിന് പിന്നെ നിരവധി പാലങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിരവധി ദേശീയ പാതകൾക്കാണ്, ഇവിടെ വികസനോത്മകമായ പദ്ധതികൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നത്. ഓരോ തവണയും മോദി ഗ്യാരണ്ടി പറയുമ്പോഴും ആ ഗ്യാരണ്ടി കൃത്യമായി തന്നെ നടപ്പാക്കി, അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ കൃത്യമായി നടപ്പാക്കി പുതിയ ഒരു ഗ്യാരണ്ടി തന്നെ, പുതിയ കേരളം, മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്ന ആ മുദ്രാവാക്യം കൃത്യമായി തന്നെ നടപ്പിലാക്കിക്കൊണ്ടുള്ള ഒരു സാഹചര്യമാണ് അല്പം മുമ്പ് തന്നെ നമുക്ക് കാണുവാൻ സാധിച്ചത്. പ്രഫുൽ കൃഷ്ണ, അതുപോലെ തന്നെ സി രഘുനാഥ്, അവരോടൊപ്പം ദേശീയ ഉപാധ്യക്ഷൻ അബ്ദുള്ള കുട്ടി കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. മോദി സർക്കാർ വന്നതിൽ പിന്നെ ഇത്തരത്തിലുള്ള വികസനങ്ങളൊക്കെ നടക്കുന്നു. കേരളത്തിലടക്കം വലിയ രീതിയിലുള്ള വികസനം നടക്കുന്നു. മുഖ്യമന്ത്രിയുടെ നാടാണ് കണ്ണൂർ എന്ന് പറയുന്നത്. ആ നാട്ടിലാണ് ഇത്തരത്തിലുള്ള ഒരു ആവശ്യം വർഷങ്ങളായി ജനങ്ങൾ ഉന്നയിച്ചു പോന്നിരുന്നത്. അതിനുശേഷം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ആർക്കും യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും ഇവിടെ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി എത്തുകയും അതിനുശേഷം നരേന്ദ്രമോദി പ്രധാനമന്ത്രിയെ എത്തുകയും വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തത്. നേരത്തെ തന്നെ നമ്മൾ കണ്ടതാണ് ദേശീയപാതയുടെ ഉദ്ഘാടനം അടക്കം. നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കിലോമീറ്ററുകളോളം നീളുന്ന ആ ദേശീയപാത, അല്ലെങ്കിൽ കാസർഗോഡിന് അപ്പുറം വരെ, അല്ലെങ്കിൽ കർണാടക വരെ നീണ്ടു കിടക്കുന്ന ദേശീയപാതയുടെ ഉദ്ഘാടനം അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അത്തരത്തിലുള്ള ഒരു ദേശീയപാതയുടെ തൊട്ടടുത്തുള്ള ബൈപ്പാസ് ആണ് നമുക്ക് കാണുവാൻ സാധിക്കുക. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഗതാഗത കുരുക്കിനുള്ള ഒരു പരിഹാരമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതായത് നേരത്തെ തന്നെ ദേശീയപാതയിലൂടെ പോകുമ്പോൾ, ഇടുങ്ങിയ ഒരു വഴികളിലൂടെ പോകുമ്പോൾ ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ രോഗികൾക്കടക്കം എത്തിപ്പെടാൻ വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, യാതൊരുവിധ തിരക്കുമില്ലാത്ത രീതിയിൽ കൃത്യമായി തന്നെ വാഹനങ്ങൾ കടന്നു പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു വികസന പദ്ധതികളാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. അത്തരത്തിൽ 13,000 കോടി രൂപയുടെ അടക്കം ആ പദ്ധതികൾ ഇവിടെ കൊണ്ടുവരുമ്പോൾ മോദിയുടെ ആ ഗ്യാരണ്ടി ഇപ്പോൾ തന്നെ നിലനിൽക്കുകയും, അതുപോലെ തന്നെ മോദിയുടെ ഗ്യാരണ്ടിയാണ് ഇനി വേണ്ടതെന്നുമുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഈ NDA
NDA സ്ഥാനാർത്ഥികൾ, 2 മണ്ഡലങ്ങളിലെയും NDA സ്ഥാനാർത്ഥികളുടെ കൂടെ വന്നിട്ടുള്ള ജനങ്ങൾ സാക്ഷ്യം പറയുന്നത്. അതായത് അത്തരത്തിൽ ജനങ്ങൾ നിരവധി പേരാണ്, നൂറുകണക്കിന് പ്രവർത്തകരാണ് ഈ സ്ഥാനാർത്ഥികളുടെ പുറകിൽ അണിനിരുന്നത്. ഈ ചുട്ടുപൊള്ളുന്ന വെയിലിനെയും അതിജീവിച്ചുകൊണ്ട് നിരവധി പ്രവർത്തകരാണ് ഈ സ്ഥാനാർത്ഥികളുടെ പുറകിൽ ഉണ്ടായിരുന്നത്. ശരി അർജുൻ. കാത്തിരിപ്പിനൊടുവിൽ തലശ്ശേരി മാഹി ബൈപ്പാസ് നാടിന് സമർപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. അർജുൻ PS ആണ് വിവരങ്ങൾ നൽകിയത്.